ഹായ്, എൻ്റെ പേര് ലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇത്തവണ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഈ കംബാക്ക് ടൈമിൽ ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റൊന്നുമല്ല, ഇപ്പം നമ്മൾ ഒരുപാട് പേർക്ക് ഇപ്പോൾ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിസ മാറുന്നവർ, അല്ലെങ്കിൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പാർട്ട് ടൈമോ അല്ലെങ്കിൽ ഫുൾ ടൈമോ ഒക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹെൽത്ത് സർചാർജ് അവർ തിരിച്ച് വാങ്ങാറുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്തു പോകുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം നമ്മളൊരു PSW അപ്ലൈ ചെയ്ത് നമ്മളത് വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ PSWയിലിരിക്കെ, അത് മെയിനായിട്ടും അതാണ്, PSWയിലിരിക്കെ നമ്മൾക്ക് ടയർ 2 വിസ നമ്മൾ അതിലേക്ക് സ്വിച്ച് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2024 ഫെബ്രുവരിയിലാണ് എനിക്ക് PSW കിട്ടുന്നത്. അപ്പോൾ അത് 2026 ഫെബ്രുവരി വരെ എനിക്ക് 2 വർഷത്തെ PSW ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ 2024 ഡിസംബർ ആയപ്പോഴത്തേക്കും എനിക്ക് ടയർ 2 വിസ കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഒരു 1 ഇയർ നമുക്ക് അവിടെ ലോസ് ആവുന്നുണ്ട്. 1 ഇയർ ലോസ് ആവുന്നതിനോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ IHS ചാർജും അവിടെ ലോസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നല്ല, അത് ലോസ് ആകുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി 2 തവണ നമ്മളുടെ IHS പേയ്മെൻറ്റ് നടത്തുന്നു. അതായത് സെയിം പീരീഡിലേക്ക് നമ്മൾ 2 തവണ നമ്മൾ IHS പേയ്മെൻറ്റ് ചെയ്തു എന്ന് വരുന്നൊരു സിറ്റുവേഷൻ. അതിപ്പം എൻ്റെ കേസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതായത് അതിന് വേറൊരു ക്രൈറ്റീരിയ ഉള്ളത്, ഏറ്റവും കുറഞ്ഞത് 6 മന്ത്സ് എങ്കിലും നമ്മൾക്ക് വിസ ഉണ്ടായിരിക്കണം. അതായത് ഇപ്പം എനിക്ക് ഞാൻ എൻ്റെ സിറ്റുവേഷൻ തന്നെ പറയാം, അപ്പം കൂടുതൽ കണക്റ്റ് ആവും. ഇപ്പോൾ 2024 ഡിസംബറിൽ എനിക്ക് PSW വിസയിൽ നിന്നും ഞാൻ സ്വിച്ച് ചെയ്ത് ടയർ 2 വിസയിലേക്ക് പോയി. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2025 മുതൽ 26 ഫെബ്രുവരി വരെയുള്ള ആ ഒരു വർഷക്കാലത്തെ IHS പേയ്മെൻറ്റ് അവിടെ ഞാൻ വീണ്ടും ഓൾറെഡി ഇത് ടയർ 2ലേക്ക് പോയ സമയത്തും പേ ചെയ്തപ്പം എനിക്ക് ഒരേ വർഷക്കാലത്ത് എനിക്ക് 2 തവണ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2 തവണ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു തവണത്തെ IHS, അതായത് ഫസ്റ്റ് അടച്ച IHS റീഫണ്ട് എടുക്കാനുള്ള റൈറ്റ് വന്നു. അപ്പോൾ അതുപോലെ തന്നെ ചില കുട്ടികൾ PSW അപ്ലൈ ചെയ്തു, PSW കിട്ടി, പെട്ടെന്ന് തന്നെ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടയർ 2 വിസയും കിട്ടും. അപ്പോൾ അവർക്ക് 2 വർഷത്തെ എലിജിബിലിറ്റി അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് മന്തൊക്കെ ഇപ്പോൾ PSW കിട്ടി നെക്സ്റ്റ് മന്തൊക്കെ ആയിരിക്കും അവർക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ടയർ 2 വിസയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കേസസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ചിലർക്ക് 6 മാസം കഴിഞ്ഞിട്ട് വിസ കിട്ടാം, ചിലർക്ക് 1 വർഷം കഴിഞ്ഞിട്ട് വിസ കിട്ടാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലയളവുണ്ട്. പിന്നെ ചിലർ വിഡ്രോ ചെയ്യുന്നുണ്ട്. PSW അപ്ലൈ ചെയ്തിട്ട് പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചു പോകാൻ പ്ലാൻ ചെയ്ത് വിഡ്രോ ചെയ്യുന്ന കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിഡ്രോ ചെയ്യുന്നവർ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 വർഷത്തെ കോഴ്സ് നാട്ടിൽ നിന്ന് എടുത്ത് വരുന്നു, അതായത് ഇൻറ്റേൺഷിപ്പ് കൂടെ കൂട്ടി നമ്മൾ നാട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്ന ഒരു കേസുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് നമ്മൾക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ 1 ഇയർ തീരുമ്പോൾ തന്നെ നമ്മൾ നേരിട്ട് PSW അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ആ കുട്ടികളെ സംബന്ധിച്ച് അവർ ഓൾറെഡി നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ 2 വർഷത്തെ IHS പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ സെനാരിയോയിലെല്ലാം നമ്മൾക്ക് ഈ IHS റീഫണ്ട് എടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പം പലരും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് അങ്ങ് മറന്നു പോകും, അല്ലെങ്കിൽ ഇത് പോട്ടെ അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാനിപ്പം പേഴ്സണലി എനിക്കറിയാം. അതുപോലെ ഞാൻ പലർക്കും ഇതറിയില്ല, ഇങ്ങനെ എടുക്കാം എന്നുള്ളൊരു കാര്യം തന്നെ അറിയാത്ത കുറേ കുട്ടികളുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി പേ ചെയ്തു, അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത വിസയിലേക്ക് പോകുമ്പോൾ അങ്ങനെ നമുക്കൊരു റീഫണ്ട് കിട്ടും എന്ന് തന്നെ അറിയാത്ത കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ സിറ്റുവേഷനിൽ നമ്മളൊരു മെയിൽ അയക്കുവാണെങ്കിൽ, ഇപ്പം വളരെ അതായത് ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന കേസസ് എൻ്റെ അറിവിൽ, ഞാൻ ഈ പേഴ്സണലി ഇപ്പം ഇതെടുക്കാതെ പോയവരാണെങ്കിലും എടുത്തവരാണെങ്കിലും ഒന്നും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിയത് എനിക്കറിയില്ല. പക്ഷേ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊന്നൊരു 1 ഔട്ട് ഓഫ് 100 ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അതിലൊരാളാകും എന്ന് വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, ഞാനിപ്പോൾ ഒരു മെയിൽ ID ഇവിടെ ഷെയർ ചെയ്യാം. ആ മെയിൽ ID ഞാൻ ബയോയിലും കൊടുക്കാം. ആ മെയിൽ IDയിൽ നിങ്ങൾ മെയിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങൾ 3 പേര് ആ മെയിൽ IDയിൽ, 3 അല്ല 4 പേര്, എൻ്റെ ഹസ്ബൻഡൂടെ കൂട്ടി 4 പേര് ആ മെയിൽ IDയിൽ മെയിലിട്ട് നമുക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്.
അങ്ങനെയുള്ളൊരു മെയിൽ ഐ ഡിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ശരിക്കും ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഉൾപ്പെടുന്ന കെയർ ഹോംസിൻ്റെ മെയിൽ ഐ ഡി അല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. അവർക്ക് വേറെ മെയിൽ ഐ ഡിയാണ്. അത് ഓൾമോസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ മെയിൽ ഐ ഡി ഇപ്പോൾ പറയുകയാണ്. ഈ പറഞ്ഞ 1-2 കേസസിലുള്ള, അല്ലെങ്കിൽ ഇത് കൂടുതൽ കേസസ്, കൂടുതൽ സെനാരിയോസ് ഉണ്ട്. ഓരോരുത്തരുടെയും സെനാരിയോ ഡിഫറെൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെയിൽ ഐ ഡിയാണ്. മെയിൽ ഐ ഡി ഞാനൊന്ന് വായിക്കാം. ഞാനത് ബയോയിൽ കറക്റ്റായിട്ട് കൊടുക്കാം. അതായത് ട്രാൻസാക്ഷണൽ സർവീസസ് correspondence@homeoffice.gov.uk അതാണ് മെയിൽ ഐ ഡി. ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾക്ക് ഇന്ന ദിവസം നിങ്ങൾക്ക് വിസ സ്വിച്ച് ചെയ്തു, ഇന്ന വിസയിലേക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ IHS റീഫണ്ട് വേണം. അപ്പോൾ ഈ IHS പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെഫറൻസ് നമ്പറുണ്ട്. ആ റെഫറൻസ് നമ്പർ പറ്റുമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസും അങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻസ് വേണ്ട എന്നുദ്ദേശിച്ച് ഞാൻ എൻ്റെ BRP കാർഡിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ വിസ അപ്ലൈ ചെയ്തത്, വിസ കിട്ടിയത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഡീറ്റെയിൽസ് കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. മെയിനായിട്ട് ഈ IHSൻ്റെ റെഫറൻസ് നമ്പർ, നമ്മൾ IHS പേയ്മെൻറ്റ് നടത്തിയ സമയത്തുള്ള നമ്മളുടെ IHS റെഫറൻസ് നമ്പർ കൊടുക്കുക. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ ഡീറ്റെയിൽസും കൊടുക്കുന്നത് വളരെ നല്ല, ഐ തിങ്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ അവർക്ക് നമ്മളെ എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ചാൻസസ് ഉണ്ട്. നമ്മൾ അങ്ങനെ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ മാക്സിമം ഡീറ്റെയിൽസ് നമ്മളങ്ങ് കൊടുക്കുകയാണെങ്കിൽ അത് ഈസി ആയിരിക്കും. അപ്പോൾ എനിക്കൊന്നൊരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ അയക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് റിപ്ലൈ നമുക്ക് തിരിച്ചു വരുന്നുണ്ട്. അതായത് ഇത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ മെയിൽ ഒന്നും അയക്കേണ്ട, ഐ തിങ്ക് ഒരു 30 days എന്തോ അവർ പറയുന്നുണ്ട്, അത്രയും ദിവസത്തേക്ക് ഇതിൻ്റെ ഫർദർ ആയിട്ടുള്ള മെയിലൊന്നും നിങ്ങൾ അയക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓട്ടോമാറ്റിക് റിപ്ലൈ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കേസിൽ അവൾ PSW ഒരു കാരണം, അവളുടെ പേഴ്സണൽ കാരണം കൊണ്ട് വിഡ്രോ ചെയ്തതായിരുന്നു. അവൾക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്, ഐ തിങ്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ വന്നത്. അപ്പോൾ അവൾ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു. പക്ഷേ അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്, നമ്മളൊരു 3-4 ദിവസം കഴിഞ്ഞാലും റിപ്ലൈ വരും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം അവളുടെ കേസിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ മെയിലിട്ടു, പിറ്റേ ദിവസം എനിക്ക് ഓട്ടോമാറ്റിക് റിപ്ലൈ വന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നത് ഒരു 6 days എന്തോ എടുത്തിട്ടുള്ളൂ, 7 days എന്തോ എടുത്തിട്ടുള്ളൂ. അതിനുള്ളിൽ എനിക്ക് റീഫണ്ടായി, എൻ്റെ ഹസ്ബൻഡിന് റീഫണ്ടായി. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട്, എൻ്റെ കൊളീഗാണ്, ഞങ്ങളിവിടെ വിസ എടുത്ത ആളാണ്. ആൾക്കും ഇതുപോലെ തന്നെ 1 week ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ബിക്കോസ് നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത നമ്മളുടെ സ്വന്തം പൈസയാണ്, നമ്മളത് വെറുതെ കളയേണ്ട ഒരു ആവശ്യവും ഇല്ല. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ബിക്കോസ് അവർ ഓൾറെഡി പേ ചെയ്ത, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി പേ ചെയ്ത് ഈ പൈസ വെറുതെ കളയേണ്ട ഒരാവശ്യമില്ല. നമ്മളുടെ റൈറ്റാണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരേ ടൈം പീരീഡിലേക്ക് നമ്മൾ 2 തവണ പേയ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ ഫണ്ട് തിരിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൽ ഐ ഡി കറക്റ്റായിട്ട് ഞാൻ ഫയലിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. പുതിയ കണ്ടൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.